ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഏതെങ്കിലും കൂട്ടുകാർ വിളിച്ചതായിരിക്കും. അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിവേകത്തിന് കിടന്ന് ഉറക്കം വരില്ല. അങ്ങനെ എങ്ങാണ്ട് എഴുന്നേറ്റ് പോയതാ. ഡോക്ടർ, വിവേകൻ എങ്ങനെയുണ്ട്? നിങ്ങൾ? ഐ എം യതീന്ദ്രദാസ്, വിവേകന്റെ മകന്റെ സുഹൃത്താ. നിലവിൽ കണ്ടീഷൻ അല്പം മോശമാണ്. പ്ലീസ് പ്ലീസ് പ്ലീസ്. പരിക്ക് തലയ്ക്കാണ്. ബ്ലഡ് ഒരുപാട് ലോസ് ആയിട്ടുണ്ട്. എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ബ്ലഡ് കൊടുക്കേണ്ടി വരും. വിവേകിന്റെ ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്. ഞങ്ങൾ സാധ്യമായ എല്ലാ വഴികളും നോക്കി. റയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ നേരം വരെ ഒരാളും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ AB നെഗറ്റീവ് ബ്ലഡ് സംഘടിപ്പിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ഡോണറെങ്കിലും വന്നാലേ ഞങ്ങൾക്കിത് പ്രൊസീഡ് ചെയ്യാൻ പറ്റൂ. ഡോക്ടർ, എന്റെ മകന് സെയിം ബ്ലഡ് ഗ്രൂപ്പാ. എങ്കിൽ എത്രയും പെട്ടെന്ന് അയാൾ വരുത്തു. ഡോക്ടർ, അവനിപ്പോ എവിടെയാണെന്ന് ഒരു വിവരമില്ല. രാത്രി പോയതാ. സി മിസ്റ്റർ യതീന്ദ്രദാസ്, എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കൂ. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ആളെത്തിയേ പറ്റൂ. ഓക്കെ. ആരതി, ടെൻഷൻ ആവാതെ. വിവേകിനൊന്നും സംഭവിക്കില്ല. സാർ, സോറി സാറിന് എങ്ങനെ കണ്ടുപിടിക്കാം? എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല മോളെ. എവിടേക്കാണ് അവൻ പോയിരിക്കുന്നത്? ആരതി, വിഷമിക്കണ്ട. വിവേകിനൊന്നും സംഭവിക്കില്ല. നാളെ ചെട്ടിയാർക്ക് 5000 രൂപയും അതിന്റെ പലിശയും കൊടുക്കണം. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയില്ല. അയാളെ കയ്യിൽ നിന്ന് ആരെങ്കിലും പൈസ വാങ്ങിക്കോടാ. കൃത്യസമയത്ത് കാശ് കൊടുത്തില്ലെങ്കിൽ അയാൾ ആളെ ഇറക്കി വെട്ടും. പറഞ്ഞിട്ട് എന്താ കാര്യം? അത്യാവശ്യ സമയത്ത് തുറക്കുന്ന വാതിലല്ലേ മുട്ടാൻ പറ്റൂ. ആരുടെ ഈ നേരത്ത്? ഇവനാരാ? എക്സ്ക്യൂസ് മീ, നിങ്ങളിൽ ആരെങ്കിലും ആണോ ഗോപികൃഷ്ണൻ? കാര്യം എന്താ? അയ്യോ, പേടിക്കൊന്നും വേണ്ട. ആ യൂണിയൻ ഷെഡിൽ കിടക്കുന്ന ഒരാള് നിങ്ങളുടെ പേര് പറഞ്ഞു. നിങ്ങളെ കണ്ടാൽ മദ്യം കിട്ടുമെന്ന് പറഞ്ഞു. ഓ, അതായിരുന്നു. മനുഷ്യൻ പേടിച്ചു പോയല്ലോ. അതെ, എനിക്കൊരു 2 കുപ്പി ഫോറിൻ ലിക്കർ വേണം. എത്ര കാശായാലും കുഴപ്പമില്ല. ഒന്ന് പോ സാറേ. പാതിരാത്രി കഴിഞ്ഞു. ആ സമയത്താണ് ഫോറിൻ ലിക്കർ. അതൊന്നും ഇവിടെ നടക്കത്തില്ല. പ്ലീസ്, എനിക്കത് കിട്ടിയേ പറ്റൂ. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. 5000, 10000, 15000. സാധനം ഒരിടത്തുണ്ട്, പക്ഷേ പോയി എടുക്കണം. എന്റെ അടുത്ത് വണ്ടിയുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം. സാറേ, സംഗതി സാറിന് തന്നെ ആണല്ലോ. നമ്മളെ കൊണ്ട് കൊടുക്കുകയൊന്നും അല്ലല്ലോ. എന്നെ വിശ്വസിക്കാൻ നീ. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ആക്ച്വലി 1-2 ദിവസമായിട്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ എനിക്കുണ്ട്. അയ്യോ പാവോടാ. ഫോറിൻ നോക്കണ്ട, പക്ഷേ ഫോറിനെ തോൽപ്പിക്കുന്ന നല്ല 1-ാം തരം നാടൻ സാധനം എടുത്തുതരാം. പക്ഷെ സാറ് പറഞ്ഞ കാശ് തരണം. കാശൊക്കെ തരാം, നിങ്ങൾ പെട്ടെന്നൊന്ന് വാ. സാറേ, ഒരു മിനിറ്റ്. പോവാം സാറേ. ബ്ലഡിന്റെ കാര്യം എന്തെങ്കിലും ആയോ? ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഡോക്ടർ. ഓഫീസിലെ സ്റ്റാഫുകളെ എല്ലാവരെയും വിളിച്ചു.
അവിടെ ഒരാൾ മാത്രമാണ് AB നെഗറ്റീവ് ഗ്രൂപ്പുകാരൻ ഉണ്ടായിരുന്നത്. അയാളാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുകയും ചെയ്തു. കാര്യം വളരെ സീരിയസ് ആണ്. എത്രയും പെട്ടെന്ന് ഒരാളെങ്കിലും ഡോണറായി എത്തിയേ പറ്റൂ. ആരതി ഇരിക്കെ ഇരിക്കെ. ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ പറ്റിയോ? ഒരുപാട് പേരെ വിളിച്ചു മോളെ. പലയിടത്തും ഡോണർമാരുണ്ട്. പക്ഷെ ഇത്രയും റെയർ ഗ്രൂപ്പ് ആയതാ പ്രശ്നം. സൂര്യ സാറിന്റെ കാര്യം അവനെ ഇനി എവിടുന്നാ കണ്ടുപിടിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. മോളെ ആരതിയുടെ അടുത്തിരിക്കേ. ആരതി ആരതി ഹലോ. രാജീവ്, ഞാൻ യതീന്ദ്രദാസ. പറയൂ സർ. ഇതെന്താ സർ ഈ രാത്രിയിൽ? ഓ, അങ്ങനെയാണോ? സൂര്യ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ കണക്കുകൂട്ടലിൽ അവൻ ഏതെങ്കിലും ബാറിലേക്ക് മറ്റോ പോയിരിക്കാനാണ് സാധ്യത. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ തനിക്ക്? സർ, നൈറ്റ് പെട്രോളിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന പോലീസുകാർക്ക് ഇപ്പൊ തന്നെ നിർദ്ദേശം കൊടുക്കാം. അവർ സാധാരണ ഇത്തരം കേന്ദ്രങ്ങളൊക്കെ കവർ ചെയ്യുന്നതാണ്. കൂട്ടത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യാം. സിറ്റിക്കകത്ത് തന്നെ ഉണ്ടെങ്കിലേ ഏതെങ്കിലും വിധത്തിൽ കണ്ടുപിടിക്കാം. അത്രയ്ക്ക് ക്രിട്ടിക്കൽ ആയതുകൊണ്ടാണ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് കേട്ടോ. അത് സാരമില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ഡ്യൂട്ടി. ഞാനിപ്പോൾ തന്നെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഇപ്പൊ തന്നെ തിരിച്ചു വിളിക്കാം. ശരി, ഡോണ്ട് വറി, നമുക്ക് ആളെ കണ്ടെത്താം. സൂര്യയുടെ ഫോട്ടോ എൻ്റെ ഫോണിലേക്ക് ഒന്ന് അയച്ചേക്ക്. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഓക്കെ. സർ എന്തായി? കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തന്നെ ACP പറയുന്നത്. ഇതിൽ കൂടുതൽ സൂര്യയുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരതി, എനിക്കൊന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല സർ. മോൾ അങ്ങോട്ട് ചെല്ല്. ബ്ലഡ് ഡോണർ ടീമുകളുടെ കുറച്ചുകൂടി നമ്പറുകളുണ്ട്. ഞാൻ അവരെയൊക്കെ വിളിക്കട്ടെ. എന്താ നന്ദിനി, ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അതിനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീ പേടിക്കാതെ. സൂര്യ സാർ അധികം വൈകാതെ തന്നെ വരും. മുൻപൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന ഓടിയെത്തുന്ന ഒരേ ഒരാളെ ഏട്ടനായിരുന്നു. ഇപ്പൊ ഈ അവസ്ഥയിൽ ഏട്ടനും കൂടി. ആരതി, കരയാതെ. നമുക്ക് നോക്കാം. ദേ നോക്ക്, ഇത് സാർ മാറി മാറി ആളുകളെ വിളിച്ചോണ്ടിരിക്കാം. ഒരാളെങ്കിലും നമുക്ക് കിട്ടും. ദൈവത്തിനോട് പ്രാർത്ഥിക്കും.